ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിക്കാം, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ മക്കളെല്ലാം നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ബെൻഡറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയും നമുക്ക് പങ്കുചേരാം. ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളും അവരുടെ ജീവിത വിജയത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വലിയൊരു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് ഏതെങ്കിലും വിഷമങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കളോടോ കൂടെപ്പിറപ്പുകളോടോ കുടുംബത്തിലുണ്ടെങ്കിൽ ഇനി ഗുരുഭൂതരോട്, പഠിപ്പിച്ച അധ്യാപകരോട് ഏതെങ്കിലും ശിക്ഷണത്തിൻ്റെ ഉപദേശത്തിൻ്റെ പേരിൽ ഏതെങ്കിലും മുറിവുകൾ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനും മക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഓട്ടങ്ങളുണ്ട്, എങ്ങും എത്തുന്നില്ല എന്നൊരു ധാരണയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ രാത്രി അത് മാറിപ്പോയി ജീവിതാനുഭവത്തിലേക്കും ജീവിത ക്രമീകരണത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 29 അധ്യായം 15 വചനം താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്നോ ഗുരുഭൂതരിൽ നിന്നൊക്കെയുള്ള ചെറിയ ഉപദേശങ്ങൾ, ശിക്ഷണങ്ങൾ, ശാസനകൾ ഇതൊക്കെ അനുഗ്രഹത്തിനാണ്. മക്കളുടെ ജീവിതത്തെ അത് ക്രമീകരിക്കപ്പെടുവാനും തിരിച്ചറിവുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം മക്കൾക്ക് ലഭിക്കുവാൻ. ഇന്ന് ഉപദേശം ഇഷ്ടമില്ലാത്ത മക്കളുണ്ട്. മാതാപിതാക്കളോ ഗുരുഭൂതരോ ചെറിയ ശിക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ആത്മനിയന്ത്രണമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന മക്കളുണ്ട്. അവരേക്ക് ഈശ്വര കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഇതൊക്കെ കൃപയിൽ വളരുവാനാണ്, ജീവിതം ഒന്ന് ക്രമപ്പെടുവാനാണ്. ആ ഒരു ക്രമീകരണം ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന്, പക്വതയിലെത്തുവാൻ ഇതൊക്കെ ആവശ്യമാണ് എന്ന ബോധ്യം മകൾക്ക് നിറയുവാൻ, നല്ലൊരു പക്വത ഉണ്ടാകുവാൻ, വ്യക്തിത്വ വികാസം ഉണ്ടാകുവാൻ, നല്ല വ്യക്തിത്വത്തിന് ഉടമകളാകുവാൻ ഈ ഒരു മാതാപിതാക്കളുടെ ശാസനവും ശിക്ഷണവും താടനങ്ങളും ചെറിയ ചെറിയ പ്രഹരങ്ങളൊക്കെ അനുഗ്രഹമാക്കി മാറ്റുവാൻ മക്കൾക്ക് എളിമയിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ശിക്ഷണവും ശാസനവും സ്വീകരിക്കുവാൻ തയ്യാറാകട്ടെ. അതുവഴി സ്വന്തം വഴികൾ തിരുത്തി ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുകയും കൃപയാൽ വളരുകയും ചെയ്യട്ടെ. ജീവിതത്തിൽ ഉന്നത വിജയമുണ്ടാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.